ഹലോ, വെൽക്കം ടു അവർ ചാനൽ കുഞ്ഞൂസും കുഞ്ഞു ചേച്ചിയും. ഇന്ന് ഞങ്ങളൊരു വാട്ടർ തീം പാർക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് പറയുന്നത്. ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു വാട്ടർ തീം പാർക്കിലേക്ക് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയൊക്കെയാണ് സിൽവർ സ്റ്റോമിലേക്കാണ് നമ്മൾ പോയത്. എന്നാൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വാട്ടർ തീം, കുട്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്കും അതെ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതാ നമ്മൾ അവിടെ എത്തി, അവിടെ കാറൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ സിൽവർ സ്റ്റോമിൽ സ്നോ സ്റ്റോമും കൂടിയുണ്ട്. നമ്മൾ രണ്ടും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു പാക്കേജ്. അപ്പോൾ സ്നോയിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കോസ്റ്റ്യൂംസൊക്കെ ഇട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പിള്ളേരും വളരെ എക്സൈറ്റഡ് ആണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എത്തി. എന്താ പറയുക, ഒത്തിരി നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. പിള്ളേർ ആ മഞ്ഞ് വാരി കളിക്കുന്നു. ഞാനും അതെ, ഞാൻ അവരുടെ കൂടെ ഇങ്ങനെ മഞ്ഞൊക്കെ വാരി കളിക്കുകയാണ്. പിന്നെ അവിടെ സ്നോമാൻ്റെ കൂടെ ഫോട്ടോ എടുത്തു. പിന്നെ ഇങ്ങനെ ഇവിടെ ഒരു കറങ്ങുന്ന സംഭവം ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഭയങ്കര ശരിയായിരുന്നു പിള്ളേരൊക്കെ. അങ്ങനെ ഒരുപാട് വേറെയും റൈഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ചില മൊമെൻറ്റ്സൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്തു. പിന്നെ അവിടെ സ്ലൈഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ അതിനകത്ത് കയറിയിരുന്ന് സ്ലൈഡ് ചെയ്യാണ്. അതൊക്കെ ഒരുപാട് എല്ലാം എൻജോയ് ചെയ്തു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ നമുക്ക് കുറേ നേരം അതിനകത്ത് നിൽക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അപ്പോഴേക്കും നമുക്ക് കാലൊക്കെ ഇങ്ങനെ ആകെ തണുക്കാൻ തോന്നുന്നു. നമ്മളൊരു 45 മിനിറ്റ്സാണ് മാക്സിമം ടൈം. നമ്മളതിലൊരു 25 മിനിറ്റ്സൊക്കെ നിന്നു. അപ്പോൾ അത് കാരണം തന്നെ സ്നോഫോളൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോഴേക്കും നമ്മളതിൽ നിന്ന് ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞതാണ് നമ്മൾ സിൽവർ സ്റ്റോമിൽ കയറി. അപ്പോൾ അവരിങ്ങനെ ഫോട്ടോസിനൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാണ് അവിടെ ഇരുന്ന്. പിള്ളേരൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തു. ഒരുപാട് ഇഷ്ടമായി അവർക്കത്. അത് കഴിഞ്ഞിട്ട് ഈ കുതിരയുടെ മുകളിൽ അത് ചെറിയ ആൾ മാത്രമേ കയറിയുള്ളൂ, വലിയ ആൾ കയറിയില്ല. അവൾക്കത് ഇഷ്ടമായില്ല. പിന്നെ അതിൻ്റെ ഒക്കെ പുറത്ത് കയറിയിരുന്ന ഫോട്ടോ എടുത്തു. ഇത് മൊത്തം ഒരു ആകാശപാതയാണ്. അപ്പോൾ ഇവിടെ റൈഡിൽ പോയി നമുക്ക് എന്തൊക്കെ ഉണ്ട് സിൽവർ സ്റ്റോമിൽ അത് ഫുള്ളും കാണാൻ പറ്റും. അപ്പോൾ ഞാനും മമ്മിയും അനിയനൊക്കെ കൂടിയാണ് കയറിയ. കൊച്ചു പിള്ളേരും ഉണ്ടായിരുന്നു. പിള്ളേർക്കും അതെ ഒരുപാട് ഇഷ്ടമായി. മുകളിൽ നിന്ന് കാണാൻ നോക്കമ്മ അത് ഇത് എന്നൊക്കെ ഇരുന്ന് പറയാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എല്ലാത്തിലും കയറാനായിട്ട്. അത് കഴിഞ്ഞതാ ഇതൊരു പ്ലെയിൻ പോലത്തെ സംഭവമാണ്. ഇത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് കയറിയതാണ്. വീഡിയോ വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച് പോയെന്ന് മാത്രം. ആക്ച്വലി ഇത് ഏറ്റവും അവസാനമൊക്കെ കയറിയ ഒരു റൈഡാണ്. അത് നമ്മുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് നമ്മൾ സെൽഫ് കൺട്രോളാണ്. മുകളിലേക്ക് പോയി താഴത്തേക്ക് പോയി. പിള്ളേരൊക്കെ ഭയങ്കര ചിരിയായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ലാസ്റ്റൊക്കെ ആയപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ പോയി തുടങ്ങിയ ടൈമായപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക്. അപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ താഴെയും മുകളിലും പോയി അങ്ങനെയൊക്കെ ഇതായി. അങ്ങനെയൊക്കെ എൻജോയ് ചെയ്തു. ഹസ്ബൻഡ് കൊച്ചിൻ്റെ കൂടെ ഫോട്ടോ എടുത്ത്. പിന്നെ ഇതൊക്കെ ഫസ്റ്റ് കയറി ചെയ്താട്ടോ. ഇങ്ങനെ ഒരു കൂടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജോയിൻറ്റ് വീല് പോലത്തെ. പക്ഷെ അന്ന് അത്ര പേടിക്കാനൊന്നുമില്ല. കുട്ടികൾക്കായാലും ഒക്കെ കയറാൻ പറ്റും. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു ഹൊറർ പാർക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ഹൊറർ പാർക്കിന് പോകണേ മുന്നേ ജസ്റ്റ് ഒന്ന് ആ വാട്ടർ പാർക്കിൻ്റെ ജസ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് എടുത്തതാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഫോണും കാര്യങ്ങളും നനയും, പിന്നെ കുട്ടികളെ നോക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വാട്ടറിൽ കളിക്കാൻ കയറിയപ്പോൾ നമ്മൾ അധികം വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ അതിന് മുന്നായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചാണിത്. മറ്റേ ഹൊറർ പാർക്കിലേക്ക് പോകാനുള്ള ക്യൂ ആണ്. വലിയ ക്യൂ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇങ്ങനെ കയറാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ അതിൻ്റെ മുമ്പ് എടുത്ത വീഡിയോസൊക്കെയാണ്. നമ്മളതിൻ്റെ ഉള്ളിലേക്ക് എൻ്ററായി. അതിലിങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ അതിന് നമുക്ക് അങ്ങനെ വലിയ ഭയം തോന്നിയില്ലെങ്കിലും കുട്ടികൾക്ക് ഒരുപാട് ഭയമായി. അത് കൊച്ചൊക്കെ നടക്കാൻ കൂട്ടാക്കി. ഞാൻ ഫുള്ള് അവളെ എടുത്തുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ പോയത്. അവൾക്ക് പേടിയാണ്. അപ്പോൾ നമ്മൾ എടുത്ത് പിടിച്ച ആളെ പോയി. ഇതിങ്ങനെ ഒരു മിററിൻ്റെ സംഭവം. അതുകൊണ്ട് നമ്മൾ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിരിക്കണം. ഇങ്ങനെ തൊട്ട് പോകണം. മുന്നിൽ ഇങ്ങനെ അനിയൻ പോയതുകൊണ്ട് അവൻ പോണ വഴിക്ക് അങ്ങനെ വെച്ച് പിടിച്ച് പോയി. അല്ലെങ്കിൽ നമ്മുടെ മൂക്ക് ഏതെങ്കിലും മിററിൽ കൊണ്ടിടിച്ച് ചമ്മന്തി ചെയ്യാൻ. അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേറ്റവും പേടിക്കാൻ ലാസ്റ്റ് വന്നൊരു ഭാഗമാണ്. കാരണം നമുക്കത് മൊത്തം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തോന്നും. ആക്ച്വലി അത് റൊട്ടേറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഷെയ്ക്കിംഗ് ആണ്. പിന്നെ ഈ ലൈറ്റിൻ്റെ ഇതാണ്. പക്ഷെ നമുക്കത് റൊട്ടേഷൻ പോലെ തോന്നും, വീഴാൻ പോണ പോലെയൊക്കെ തോന്നി. എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊച്ചിനെയും കൊണ്ട് പുറത്ത് കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം പപ്പ എടുത്താണ് പുറത്തേക്ക് കിടന്നത്. അങ്ങനെയായിരുന്നു ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ. പിന്നെ ഇതാ ഒരു ഫസ്റ്റ് അവിടെ നമ്മൾ തലയിൽ ക്യാപ്പൊക്കെ ഇട്ട് കൊടുത്തൊക്കെ ഇറക്കിയത്. കാരണം ഫസ്റ്റ് ടൈമാണ് ഒന്നാമത്തെ വാട്ടർ തീം പാർക്കിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. കാരണം ഇനി വല്ല വയ്യായി വരുമോ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട്. ബട്ട് എനിവേ അവർ നന്നായി എൻജോയ് ചെയ്തു. നമ്മൾ ക്യാപ്പൊക്കെ ഇടിയിപ്പിച്ചപ്പോൾ ചെവിനകത്തേക്കൊന്നും വെള്ളം കയറിയില്ല.
അപ്പോൾ ഇങ്ങനെ ഇവിടെ കയറിയിട്ടാണ് പിന്നെ അങ്ങനെ പിന്നെ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെള്ളത്തിൻ്റെ. പക്ഷെ അതൊന്നും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ വെള്ളത്തിൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ ട്രെയിനിൽ കയറി. പിന്നെ അത് കഴിഞ്ഞ് ഇത് വേറൊരു സംഭവമാണ്. ഇത് ഇത്തിരി കൂടി സ്പീഡിൽ പോകുന്നത്. മറ്റേത് ചെറിയ പിള്ളേരുടെ ആയിരുന്നു. ഇതിപ്പോൾ ഇത്തിരി കൂടി സ്പീഡിലൊക്കെ പോകുന്നു. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. അതിലൊക്കെ പോയി. പിന്നെ ഇതാ ഒരു കോഫിയുടെ സംഭവം, കോഫി കപ്പിൻ്റെ അതിനകത്ത് നമ്മൾ കയറി നമുക്ക് ഇതിങ്ങനെ വട്ടം തിരിക്കാനൊക്കെ പറ്റും. അങ്ങനത്തേലും നമ്മൾ പോയി. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ പകുതി റൈഡ് പോയി ആദ്യം, പിന്നെ വാട്ടറിൽ കളിച്ചു, പിന്നെ ബാക്കി പകുതി റൈഡ് ചെയ്തു. അങ്ങനെയാണ് ചെയ്തത്, ടൈമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ കാറ് റൈഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന വലിയ ലോങ് ക്യൂ ആയിരുന്നു. അപ്പോൾ നമ്മളത് ഏറ്റവും അവസാനം നമ്മൾ ചെയ്തത്. അപ്പോൾ അധികം നേരം കിട്ടിയില്ല. അതിലുള്ള നേരമൊക്കെ നമ്മൾ കാറ് റൈഡ് ചെയ്ത് എൻജോയ് ചെയ്തു. എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സ്കൂളൊക്കെ പൂട്ടി പിള്ളേർക്കായാലും നമുക്കായാലും ഒക്കെ ഒരു റിലീഫായിരുന്നു. നല്ലൊരു രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ വളരെയധികം എൻജോയ് ചെയ്തു. ഇതൊക്കെ കാർ റൈഡിങ്ങാണ് ഏറ്റവും അവസാനം ചെയ്തത്. അപ്പോൾ അത് ചെയ്ത് അതോടുകൂടി 7 മണി വരെ ഉള്ളൂ. അങ്ങനെ നമ്മൾ ക്ലോസായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചേട്ടനൊന്ന് ഇതിൽ 2 ബോൾ എറിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആവേനെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പോയത്. പക്ഷെ നമുക്ക് കിട്ടിയൊന്നുമില്ല. ഇത് അവളുടെ വക കുറച്ച് ഡാൻസും കലാപരിപാടികളും ഓട്ടവും അങ്ങനെ അവസാനം എല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാവരും പുറത്തേക്ക് കിടന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു ഹോട്ടലിലൊക്കെ കയറി അവിടെ ഫുഡൊക്കെ കഴിക്കാൻ പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.